ഒരു ദിവസം മരിക്കാണ്ട് കഴിച്ചതാണ്. കടലിൽ തിരമാലിൻ്റെ അകത്ത് കുടിക്കുമ്പോൾ തിരമാലിൻ്റെ അകത്ത് കുടിക്കുമ്പോൾ ഞാൻ നല്ല നീന്തക്കാരനാണ്. എന്നിട്ട് മണ്ണും വെള്ളമെല്ലാം കുടിച്ച് എന്നോട് പറയുന്നത് ഇത് അങ്ങനത്തെ ഒരു പണിയാൻ പോലെ. ഇത് ഒരേന്ന് വരുമ്പോഴേ ഒരോട് പറയില്ലെന്നാറ് വന്നാക്കാങ്ങട്ടെ നമ്മള് ഇവിടെ വന്നാക്കാക. ഞാൻ ഒരു 10-70 വയസ്സായി. 75 വയസ്സ് 75 കടന്നുകൊണ്ട് വരാണ്. ഞാൻ എൻ്റെ വാപ്പൻ്റെ അടുത്ത് 14 വയസ്സിൽ തുടങ്ങിയാണ്. ഇന്നും അധ്വാനമാണ്. അന്ന് എല്ലാവരും ഇങ്ങനെ വലിച്ചിട്ടാണ് പോക്ക്. അന്ന് എഞ്ചിന് ഈ സജ്ജീകരണമൊന്നും ഇല്ലല്ലോ. ഈ ഔട്ട് ബോർഡ് എഞ്ചിനൊന്നും ഇറങ്ങിയിട്ടില്ല. അക്കാലത്ത് നമ്മൾ തണ്ട് വലിച്ചാൽ പോക്ക്. 10-40 കൊല്ലം നമ്മൾ അധ്വാനിച്ച് തണ്ട് വലിച്ചിട്ട് 10-40 കൊല്ലം ഒരു തണ്ട് വലി തന്നെ. അന്ന് എഞ്ചിൻ ഇറങ്ങിയിട്ടില്ല. പയ്യാനല്ല എഞ്ചിനെല്ലാം ഇറങ്ങി. പുറംകടലിലെല്ലാം പോകും. 4 മണിക്ക് പിടിച്ച തണ്ട് ആ സമയത്തെല്ലാം രാത്രി പോയാലും 4 മണിക്ക് പിടിച്ച തണ്ട് പിറ്റേന്ന് 10 മണിക്കെല്ലാം എത്തിയ ദിവസമുണ്ട്. പിറ്റേന്ന് 10 മണിക്ക് അതുവരെ കയ്യും ചന്തിയെല്ലാം പൊട്ടിയിട്ട് ചോരൊലിക്കും കൈമന്ന്. ഇങ്ങോട്ട് പൊരി വന്നാൽ പറയും ഉപ്പും വെളിച്ചെണ്ണയും തേച്ച് പിറ്റേന്നും പോകും. അന്ന് പച്ച വെള്ളം കിട്ടൂല മോനെ കുടിക്കാൻ. എത്ര രൂപ നമ്മൾ ഉപ്പ് വെള്ളം കോരി കുടിച്ച ആളാണ് കടലിൽ നിന്ന്. ഒരു ചെറിയ ചെമ്പടുത്തി വെള്ളം കൊണ്ട് അത് തീർന്നു കുറച്ച് കഴിഞ്ഞാൽ. 8 ആൾ പോണ പണിയാണ് അന്ന്. അപ്പോൾ ആ കാലഘട്ടവും ഈ കാലഘട്ടവും രാഗും പകലാണ്. അന്ന് ധാരാളം മത്സ്യമാണ് കടലിൽ. ഇന്ന് മത്സ്യം കാണാനില്ല. മുള്ളൻ നഷ്ടപ്പെട്ട്, ഈ ഏട്ട നഷ്ടപ്പെട്ട്, കടലിലില്ല, സ്രാവ് നഷ്ടപ്പെട്ട്, ഇങ്ങനെ മത്സ്യം കുറഞ്ഞുറഞ്ഞ് പോവുകയാണ്. അതെന്താ കാരണം എന്നറിയും? ഈ ട്രോളിങ് കാരണം. ഈ ട്രോളിങ് ഇറങ്ങിയ കാലം വലിച്ചിട്ട് ഇത് മീനിൻ്റെ അംശങ്ങൾ അടിത്തട്ട് കോരിയെടുക്കുകയാണ്. ഈ തണ്ട് വലിക്കുന്ന കാലത്ത് ഭയങ്കര ആരോഗ്യം മനുഷ്യർക്ക് ശരീരത്തിന്. നമ്മൾ പണിക്ക് പോയി വന്നാൽ തന്നെ ഒരു ഉന്മേഷമാണ്. പിന്നെ അധ്വാനപ്പോഴും ഞാനിപ്പോഴും അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് പറയാൻ ഞാൻ കടലിൽ ചാടും, കടലിൽ നീന്തും, അധ്വാനിക്കും, ഇതെല്ലാം ചെയ്യണമെന്നറിയാം. 75-ാമത്തെ വയസ്സാണ് എനിക്ക്. ഇല്ലാന്ന് അറിഞ്ഞില്ല. ഈ ഒരു മാസം പൂട്ടിയല്ലേ. ചായ അതിപ്പോ നിങ്ങളാണ്. അതുകൊണ്ട് ഞാനുണ്ട്, എനിക്ക് കയറി പഠിക്കണമെന്ന് ആഗ്രഹം. ഇങ്ങനെ പറയുമ്പോൾ ബാന്ന് ഓനൊരു കൊല്ലം 2 കൊല്ലം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങും കൊല്ലം വെച്ചാൽ പോലും പറന്നു പോകും, ഇനിയും വിട്ടുപോകും. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഞാൻ പഠിപ്പിച്ച് കുഴങ്ങി. 3/4 ഭാഗം മഞ്ചിപ്പണി എടുക്കണ മക്കളെല്ലാം 3/4 ഭാഗം ഞാൻ പഠിപ്പിച്ചു. അന്ന് തണ്ടടിച്ചണ സമയമാണ്. ആ സമയത്ത് പഠിച്ച മക്കളാണ്. ഒരിക്കൽ മക്കളല്ലായി. ഒരിക്കൽ ഞാൻ പറഞ്ഞൊരു 40-50 കൊല്ലം മുന്നല്ല. 25 വയസ്സിൽ പഠിപ്പിക്കൽ തുടങ്ങിയത്. പഠിപ്പിക്കൽ തുടങ്ങി. പിന്നെ എന്താണ് ഞാൻ പഠിപ്പിച്ച മക്കൾക്ക് പണി ഒരാൾ പറഞ്ഞു കൊടുക്കണ്ടേ. കടലിൽ പണീനെ പറ്റിയിട്ട് വരടക്കാനും പിടിക്കാനും അതിൻ്റെ ലൈനെല്ലാം മനസ്സിലാവും. കടലിപ്പണിനെ പറ്റിയിട്ട് എല്ലാ ലൈനും പഠിപ്പിച്ചു കൊടുത്തത് ഇട്ടാ വിട്ടല്ലത്. ഹലോ,
ഏ ഞാൻ എന്താ പീടികയിലുണ്ട് ഇവിടെ. നെയ്മാർ പൈസ ഉണ്ട് ഇവിടെ കടമയ്യാ. എന്ത് എന്ത് വേണ്ടി? പൊരിച്ചുണ്ടാണോ? പൊരിച്ചുണ്ട അതെ. ഞാൻ പേര് ആശക്കുലകിൽ അളവുണ്ടാകുമോ എന്നാ ചോദിച്ചത് കവി പാടിയത്. 2 തോണിയോ 4 തോണിയോ മീൻ കിട്ടിയാൽ ഇതിൻ്റെ ആഗ്രഹം തീരുന്നു. ആശയ്ക്ക്, മനുഷ്യൻ്റെ ആശയ്ക്ക് ഒരു അളവുണ്ടാവില്ല. പിന്നെ 4 വെള്ളം കിട്ടാനാണ് ഞാൻ നോക്കുന്നത്. അത് പാടില്ല. നമ്മൾ അരിൻ്റെ കിട്ടിയാൽ നമുക്ക് കരക്കൊന്നു. ഹലോ, ഞാൻ പീടിയെന്ന് അറിഞ്ഞ് വാങ്ങിക്കോ. ഞാൻ ഒരു സ്വസ്ഥത ഇന്നവരെ കിട്ടിയില്ല. എനിക്കൊന്നും ഒരു സ്വസ്ഥത കിട്ടരുത്. ശരിക്കും ഉറങ്ങാൻ കഴിയില്ല, സമാധാനം ഉണ്ടാവില്ല. 14 വയസ്സ് തൊട്ട് ഇപ്പൊ 75 വയസ്സിലെത്തിക്കുക. 75 വയസ്സിൽ അധ്വാനം. പൊലച്ചയ്ക്ക് രാവിലെ വലളക്കാൻ പോയി, അവിടുന്ന് വന്നിട്ട് അത് വല്ല പണി എടുക്കണം. അതുവരെ അവിടെ വേറെ പണി എടുക്കുകയും വല്ല പണി. ഇതൊരു നേരം വെളുത്ത് മൂന്നാണ് ഒരു പണിയാണ്. ഇനിയിപ്പോൾ കിട്ടണമെങ്കിൽ അവറങ്കാട്ടി പോയി കിടക്കുമ്പോഴേ കിട്ടുള്ളൂ സുഖം. അവിടെ പോയി കിടന്നാൽ സുഖമായി. അതുവരെ സുഖം കിട്ടൂല മത്സ്യത്തൊഴിലാളിക്ക്. അല്ലെ എൻ്റെ അഭിപ്രായം ഞാൻ പറയാണ്. എനിക്കെല്ലാം സുഖം കിട്ടില്ലെങ്കിൽ അവറങ്കാട്ടി തന്നെ, വേറെ എവിടെ കിട്ടൂല. ഇവിടുന്ന് കിട്ടില്ല എന്ന് ഉറപ്പാണ്. ഇനിയെന്ത് കേൾക്കണം കേൾക്ക്.